ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ആദിത്യ ഹൃദയം നാമം കൂടെ ചൊല്ലാം. സന്താപനാശകരായ നമോ നമ. അന്ധകാരാന്തകരായ നമോ നമ. ചിന്താമണി ചിദാനന്ദായ ദേ നമ. നീഹാരനാശകരായ നമോ നമ. മോഹവിനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ. സ്ഥാവരജംഗം ആചാര്യായ ദേ നമോ. ദേവായ വിശ്വൈക സാക്ഷിണീ ദേ നമ. സത്യപ്രധാനായ തത്വായ ദേ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് കുംഭസംഭവൻ അഗസ്ത്യ മഹാമുനി. അദ്ദേഹത്തിന് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടെ പോയി വന്ദിക്കാൻ അങ്ങനെ സുധീഷനോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ എനിക്കും പോയി വന്ദിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അവിടേക്ക് ചെന്നു. അതൊക്കെ നമ്മൾ വായിച്ചു. എന്നിട്ടോ അവസാനം അഗസ്ത്യ മഹാമുനി എന്ത് ചെയ്യുന്നു? ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അത് നമുക്ക് ഒന്നുകൂടെ ആദ്യമേ തന്നെ അങ്ങ് വായിക്കാം. സ്തുതിപ്പല്ലേ, എത്രയും സ്തുതിക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മൾ ഇതിൽ കിടക്കുന്ന സ്തുതിപ്പെങ്കിലും ചൊല്ലി നമ്മൾ സ്തുതിക്കണ്ടേ ഭഗവാനെ? അതായത് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞ് സ്തുതിക്കുക. അതായത് ഭഗവാൻ ഇങ്ങനെ വരുന്നെന്നൊക്കെ അറിഞ്ഞ് അവതരിക്കുമെന്ന് അറിഞ്ഞ് അങ്ങനെ കാത്തിരുന്നു. ഇതൊക്കെ തന്നെയാണ്. അത് നമുക്കൊന്ന് വായിച്ചു പോകാം. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരുധി തീരത്തെങ്കിൽ നിന്ന് അരുൾ ചെയ്തു. അതന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. ആര് പറയുന്നു? ഈ കുംഭസംഭവം, അതായത് അഗസ്ത്യ മഹാമുനി. അന്ന് മുന്നം ഞാനിന്നിങ്ങനെ പാലാഴി തീരത്ത് ഇങ്ങനെ പറഞ്ഞ വാക്ക് ഞാൻ അത് അറിഞ്ഞിരിക്കുന്നു. എന്തിനാ അന്നത് ഭഗവാൻ എന്നാ പറഞ്ഞത്? ഈ ഇവിടെ ഭൂമിയിൽ വരാന് ഘോര രാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവൻ എന്ന് തന്നെ സാരസാനന സകലേശ്വര ദയാനിധി. അന്ന് പറഞ്ഞത് ഓർത്തോർത്ത് കാത്തുകാത്തിരിക്കുകയായിരുന്നു ഈ മുനി. ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ വാണിടിനി ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. പരമാത്മാവായ ജഗദീശന് ആനന്ദ സ്വരൂപനാം. അപ്പോൾ അവതാരം എടുക്കുമ്പോൾ ഉടലുണ്ടാകും. ആ ഉടലന്ന് കാണാൻ വേണ്ടി അന്ന് തുടങ്ങി ഞാൻ കാത്തുകാത്തിരുന്നു എന്ന് മഹാമുനി പറഞ്ഞു. താപസ ജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീ പാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി ലോകകാരുണൻ വികൽപ്പോ ഉപാധി വിരഹിതൻ തന്നുടെ മായ തനിക്ക് ആശ്രയഭൂതയായി തന്നുടെ ശക്തി എന്നും പ്രകൃതി മഹാമായ. പരമാത്മാവ് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ മായ, ഭഗവാൻ ആശ്രയഭൂതയാണ്. അതാണ് പ്രകൃതി പുരുഷ എന്ന് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ഈ പ്രകൃതിയാണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊരു ഈശ്വരനില്ല. ഈ പ്രകൃതി തന്നെയാണ് പരമാത്മാവ്. അത് ശക്തി ചൈതന്യം കൂടെ ചേർന്നതാണ്. അത് പ്രകൃതിയും പുരുഷനും. നാം എല്ലാം അതിലുള്ള അംശം നമ്മളും. അപ്പം നമ്മളിലും ഉണ്ട് പ്രകൃതിയും പുരുഷനും. അപ്പം മനസ്സിലാക്കണം, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി ഈശ്വരനെ അറിയണോ? നമ്മൾ തന്നെ അല്ലേ? നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്താൽ പോരെ? എങ്ങനെ വികസിപ്പിക്കണം നമ്മൾ അറിയണം. ഇതൊക്കെ മനസ്സിലാക്കി ധ്യാനിച്ചും പഠിച്ചും അറിവ് നേടിയും ആ സാക്ഷാൽ നമ്മളെ ഉള്ളത്തിൽ നമ്മൾ കണ്ടറിയണം. അപ്പോൾ ആ യഥാർത്ഥമായ പ്രകൃതിയെയും പുരുഷൻ നാം തന്നെയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ സർവ്വ പ്രകൃതിയുള്ള എല്ലാ ജീവജാലങ്ങളും നാം തന്നെയാണെന്ന് അറിയും. എന്താ? നാം ആരാ? പരമാത്മാവ്.
അല്ല വേറെ എങ്ങും ഇരിക്കുകയല്ല, നമ്മൾ തന്നെയാണ്. അത് പ്രകൃതി മൊത്തം നിറഞ്ഞിരിക്കുക, എല്ലാ ജീവാണുക്കളിലും ഉണ്ട്, ബ്രഹ്മാവ് വരെ എല്ലാത്തിലും ഉണ്ട്. അത് ഇതിനെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ അതായി മാറുക. അപ്പം നാം തന്നെ നമ്മൾ തന്നെയാണ് നമ്മൾ കണ്ടറിയും. അതുകൊണ്ട് ഈ തന്നുടെ മായ തനിക്ക് ആശ്രയഭൂതയായി തന്നുടെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാ അവ്യാകൃതമെന്ന് ഉപനിഷത്വശാൽ മായാ ദേവിയെ മൂലപ്രകൃതി എന്ന് ചൊല്ലും. നമ്മളിത് വായിച്ചതാ. ദേവി ഈ മായയെ 3 രീതിയിൽ പറയുന്നു. അതായത് കുറെ പേര് പറയുന്നത് ഇത് മൂലപ്രകൃതിയാണ്, അതായത് വേദാന്തികൾ മായ അതീതന്മാരെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലും. വിദ്വാൻമാര് എന്താ പറയാ, അവിദ്യ എന്ന് പറയുന്നുവല്ലോ. നമുക്കൊക്കെ അതേ അറിയാവൂ, നമ്മൾ വേദാന്തികളല്ലല്ലോ. അതുകൊണ്ട് മായ അതീതന്മാരും ആവുന്നില്ലല്ലോ. നമ്മൾ മായയ്ക്ക് അതീതനാകുമ്പോൾ നിർഗുണത്തിലേക്ക് എത്തും. ആ പരബ്രഹ്മമൂർത്തി നിർഗുണാവസ്ഥയാണ്. അങ്ങനെ എത്തുന്ന ആൾക്കാർ ഇല്ലെന്നല്ല, അങ്ങനെ ഉണ്ട്. എല്ലാത്തിൽ നിന്നും വിരമിച്ച് ഈ ഗുണത്തിന് അതീതനാകണം. അപ്പോഴും നമുക്കും അത് ആ നിർഗുണത്തിലെത്താം. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? വിദ്വാൻമാരായി ഇതൊക്കെ പഠിച്ച് വരുമ്പോൾ നമുക്കും പറയാം ഈ മായ അവിദ്യയാണ്. എന്നുവെച്ചാൽ ജ്ഞാനം നേടി വന്നെങ്കിലേ നമുക്ക് പരമാത്മാവിലേക്ക് എത്താനുള്ള അറിവുണ്ടാകും. അതുവരെ നമ്മൾ അവിദ്യ തന്നെ കിടക്കുക. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, മഹാമുനി പറഞ്ഞു, വിദ്വാൻമാർ അവിദ്യയെന്നു പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. ഈ മഹാമായ ശക്തിയെ പല രീതിയിൽ പലവിധം നാമങ്ങൾ പേരുകൾ പറയുന്നു. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു. ഈ മായ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടായി എന്ത് വന്നു? മഹത്തത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ, എന്നിട്ട് ഈ പരമാത്മാവിന്റെ നിയോഗത്താൽ എന്ത് വന്നു? മഹത്തത്വത്തെങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. അപ്പോൾ നമ്മൾക്കെല്ലാം എന്താണ് ഇവിടെ മഹത്തത്വം? ഇതെന്ന് അഹങ്കാരം, നമ്മളിലെല്ലാം ഉണ്ട് ഇത് അഹങ്കാരവും. എന്നിട്ടോ ഈ മഹത്തത്വവും അഹങ്കാരവും സംസാരവും, ഈ പ്രകൃതി സംസാരവുമാണ്. ഈ സംസാരവും മഹദ്വേദികൾ ഏവം 3 ചൊല്ലിയിടുന്നു. എന്താ ഈ 3 ചൊല്ലുന്നത്? സാത്വികം രാജസം താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു 3 നമ്മളെല്ലാവരും ഈ പ്രകൃതിയിൽ പല രീതിയിലാണ് ഗുണങ്ങൾ. ഈ 3 ഗുണത്തിൽ അധിഷ്ഠിതമായി ഇരിക്കുക. ആർക്ക് ഏത് ഗുണം വേണമെങ്കിലും എടുക്കാം. നമുക്ക് എന്ത് വേണം? നമുക്ക് തമോ ഗുണം വേണമെങ്കിൽ അങ്ങനെ, അതല്ല സത്വഗുണം വേണോ അങ്ങനെ. പക്ഷേ നമ്മൾ പ്രവൃത്തിക്കൊക്കെ മാറ്റം വരും അന്നേരം. അത് രജോഗുണമാണോ? അത് എന്താ രജോഗുണം? ഈ ലോക ജീവിതം രജോഗുണമാണ്. അവിദ്യ അറിവില്ലായ്മ കൊണ്ട് ഈ ലോകമാണ് നന്മയെന്ന് കരുതി ഇതിൻ്റെ പുറകെ നടന്ന് ആഗ്രഹങ്ങളൊക്കെ ആയി ഇങ്ങനെ ലോക ജീവിതത്തിൽ നയിച്ച് പോകും. അത് സത്വഗുണമാണെങ്കിലോ ഈശ്വരങ്ങളിലേക്ക് അറിയാനുള്ള ആ മോഹം ഉണ്ടായി പരമാത്മാവിൽ ലയം പ്രാപിക്കാൻ പറ്റും. തമോ ഗുണമാണെങ്കിൽ ഒരിക്കലും വെളിവില്ലാതെ അന്ധതപ്പെട്ട് ഇത് ഏതാ വേണ്ടത് നമ്മൾ തീരുമാനിച്ചെടുത്താൽ മതി. അതുകൊണ്ട് ഇങ്ങനെ സാത്വികം രാജസം താമസം എന്ന് ഈ വണ്ണം വേദ്യമായി ചമഞ്ഞതു 3 താമസത്തിങ്കിൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും ഇതെല്ലാം അവിടെ വേണ്ടേ? അപ്പോൾ ഈ തമോ ഗുണത്തിൽ നിന്നുണ്ടായി സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും നമ്മൾ തന്നെ ഉണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്നു മനസ്സുണ്ടായി വന്നു. സൂത്ര രൂപകം ലിംഗം അവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിൽ നിന്ന് ദിവ്യനാം വിരാൾ പുരുഷൻ വിരാൾ കുമാരുണ്ടായതെന്ന് കേൾപ്പൂ. ഈ അഖണ്ഡ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് വിരാട് പുരുഷൻ. അപ്പോൾ എന്താ? ഈ സാത്വികത്തിൽ നിന്ന് മനസ്സുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം അവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിൽ നിന്നുണ്ടായി ദിവ്യനാം വിരാട് കുമാരുണ്ടായതെന്ന് കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും അചര ലോകങ്ങളാകുന്നതും. ഈ സർവചരാചരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകം എല്ലാം കൂടെ ചേരുന്നതാണ് വിരാട് പുമാൻ. ഇത് എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതെല്ലാം വിരാട് പുമാന്റെ ഓരോ അവയവങ്ങളാണ്. ദേവ മാനുഷ തിര്യക് യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗ ഔഹ പൂർണ്ണമായി ഉണ്ടായി വന്നു. ഇതെല്ലാം ഇവിടെ ഉണ്ടായതെല്ലാം ഇങ്ങനെ ഈ മനുഷ്യൻ മാത്രമല്ല, ദേവന്മാര്, ഈ ഇഴജന്തുക്കള്, തിര്യക്ക് യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗം എല്ലാം പൂർണ്ണമായി ഇവിടെ ഉണ്ടായി വന്നു.
മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ. എങ്ങനെയാ മായാ ഗുണങ്ങൾ? പ്രകൃതിക്കാണ് മായ ഗുണങ്ങൾ. ഈ മൂന്ന് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ഗുണമേ ഇവിടെ ഉള്ളു. സാത്വികവും രാജസവും താമസം, ഇതൊക്കെ മൂന്നും കൂടെ ചേർന്നാണ് മായാ ഗുണങ്ങളെ. ഇവിടെ ഈ മൂന്നും ആശ്രയിച്ചാണ് ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. നമ്മളെല്ലാം അതിൽ തന്നെ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ഗുണങ്ങളുണ്ട്. ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഗുണമാണ്. ഈ മൂന്ന് രീതി എല്ലാവർക്കും ഉണ്ട്. സത്വവും ചിലർക്ക് രാജസം മാത്രമാണ്, ചിലർക്ക് തമോ ഗുണം മാത്രമാണ്, ചിലർക്ക് ഭക്തന്മാർക്കെല്ലാം സത്വഗുണമാണ്. ഇങ്ങനെ ഓരോന്ന് ആശ്രയിച്ചാണ് ഈ പ്രകൃതി. ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനും ഉണ്ടായി വന്നു. അങ്ങനെ പിന്നെ എന്ത് വന്നു? ബ്രഹ്മാവ് വന്നു, വിഷ്ണു വന്നു, രുദ്രനുമായി. അവരാണിത് ഏറ്റെടുത്തത്. എന്താ? ലോക സൃഷ്ടിക്ക് എന്ത് വന്നു? ബ്രഹ്മാവ് ലോക സൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ചല്ലോ. ലോകേശനായ ധാതാ നാഭിൽ നിന്നുണ്ടായി. പരമാത്മാവായ പാലാഴിവാസന്റെ നാഭിൽ നിന്നൊരു പത്മത്തിലാണ് ആരും ധാത ബ്രഹ്മാവ്. എന്തിനാ? ഈ ലോക സൃഷ്ടിക്ക് രജോ ഗുണം എടുത്തുകൊണ്ട് വന്നു. എവിടെ നിന്നുണ്ടായി? ഭഗവാന്റെ നാഭിൽ നിന്നാണ്. പരമാത്മാവായ ജഗദീശ്വരൻ ഇവിടെ ഇപ്പോൾ ശ്രീരാമനായിട്ട് നിൽക്കുന്നത് ആ പരമാത്മാവിനെയാണ് പറയാം. സത്വമാം ഗുണത്തിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു. അങ്ങനെ ആ സൃഷ്ടിച്ചു വെച്ച ഈ നമ്മൾ ഓരോരുത്തരിലും രക്ഷിക്കാൻ, നമ്മളെല്ലാം രക്ഷിക്കാൻ വേണ്ടി സത്വഗുണമെടുത്ത് വിഷ്ണു വന്നു. രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. പരമശിവൻ രുദ്രനായി എന്ത് വന്നു? എല്ലാ ഇങ്ങനെയുള്ള സൃഷ്ടികളെയൊക്കെ രക്ഷിച്ച് ഈ വിഷ്ണു രക്ഷിച്ചും സംഹരിക്കാൻ രുദ്രനായും ശിവനായും വന്നു. ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യ അംശിച്ചു. ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവിയനല്ലോ നാഥ. ഇങ്ങനെയുള്ള എല്ലാത്തിനും സാക്ഷിയായ ഈ ചിന്മയൻ പരമാത്മാവ് എന്ത് വന്നു? നിവൃത്തനാണ്. ഒന്നിലും കർമ്മങ്ങളില്ലല്ലോ. ഭഗവാൻ ഒരു കർമ്മമില്ല. ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മായയാണ് ഇതൊക്കെ ചെയ്യുന്നത്, പ്രകൃതി മഹാമായ. അതുകൊണ്ട് ഇവറ്റിനെല്ലാം സാക്ഷിയായും ആ ചിന്മയനായിരുന്ന പരമാത്മാവ് എന്ത് ചെയ്യുന്നു? നിവൃത്തനാണ്. എന്നുവെച്ചാൽ കർമ്മങ്ങളിൽ നിന്ന് നിവർത്തം വെച്ചാൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് നിവർത്തനുമാണ്. എന്നുവെച്ചാൽ പ്രവൃത്തി ചെയ്യാത്തതാ. ഇവിടെ ആരാ ചെയ്യുന്നത്? അമ്മ പരാശക്തിയാണ്. അല്ലാതെ പരമാത്മാവായ ജഗദീശ്വരന് ഒരു കർമ്മം ചെയ്യുന്നില്ല. അതിന് നിവർത്തനും നിത്യനും ഏകനും അവ്യനല്ലോ നാഥ. ശ്രീരാമനോട് പറയും, ഇവിടെ ദേഹം എടുത്ത് വന്നത് എന്ത് വന്നു? കർമ്മം ചെയ്യാൻ വന്നതാ, രാവണവധത്തിന് വന്നതാ. അല്ലാതെ ആ ദേഹം വെടിഞ്ഞ് പോകുമ്പോൾ ഭഗവാൻ പരമാത്മാവായ ജഗദീശ്വരൻ എന്തായി? ശ്രീരാമൻ നിവർത്തനാണ്. പിന്നെയോ അത് നിത്യനുമാണ്, നിത്യവും ഉള്ളതാണ്. പക്ഷെ ശരീരം എടുത്താൽ പോയേ പറ്റൂ, ശരീരം വെടിഞ്ഞേ പറ്റൂ. അല്ലാത്ത പരബ്രഹ്മമൂർത്തിയായി നിൽക്കുമ്പോൾ അത് എന്താണ്? നിവൃത്തൻ നിത്യൻ ഏകനാണ്. അത് അവ്യനല്ലോ ഭഗവാനെ നാഥ എന്നിവിടെ മഹാമുനി അറിവുള്ളവർ ഇങ്ങനെ പറയാം. നമുക്കിത് അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഇത് പഠിക്കണം. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ. ആരാ? പരമാത്മാവ് ജഗദീശ്വരൻ. എന്താ? ഇവിടെ സൃഷ്ടി ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിച്ചൊരു കാലം. യാതൊരു കാലം എന്നോ ഉണ്ടായത്, ഏതോ ഒരു കാലത്തല്ലേ സൃഷ്ടി ഉണ്ടായത്. അന്ന് പരമാത്മാവ് ആഗ്രഹിച്ചു സൃഷ്ടി ചെയ്യാൻ, ഇച്ഛിച്ചു ഭവാൻ. മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. ഭഗവാന്റെ തന്നെ മായ ഒരു പ്രഭ. അത് ഭഗവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സന്തോഷമായിട്ട് അംഗീകരിച്ചു. അങ്ങനെ തന്നെ ചെയ്യാം. നമ്മുടെ നല്ലൊരു പരമാത്മാവിനെ പോലെ ഒരു നല്ല ശുദ്ധനായൊരു ഭർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കില്ലേ? അങ്ങനെ ചെയ്യാം. അതുപോലെ അവിടെ എന്തൊന്ന് ഭഗവാൻ അത് ഇച്ഛിച്ചപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ തന്നെ അങ്ങനെ ആകട്ടെ, അത് സൃഷ്ടി ചെയ്യാം സമ്മതിച്ചു. അങ്ങനെ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം അത് കാരണം ഗുണവാനെ പോലെയായിതു ഭവാൻ. അങ്ങനെ എന്താ? ത്രിഗുണങ്ങൾ ഇല്ലാത്ത നിർഗുണാവസ്ഥയിലിരിക്കുന്ന പരമാത്മാവ് എന്തു വന്നു? അങ്ങനെ തന്നെ ഞാൻ ചെയ്യാം, സൃഷ്ടി ചെയ്യാം എന്ന് അമ്മ മഹാമായ സമ്മതിച്ചപ്പോൾ തന്മൂലം അതുകൊണ്ട് എന്തു വന്നു? അത് കാരണം ഗുണവാനെ പോലെ ആയതു ഭവാൻ. എന്താ ഗുണവാനെ പോലെ? നിർഗുണാവസ്ഥയുള്ള പരമാത്മാവ് ഭാര്യയെ കൊണ്ടൊക്കെ ചെയ്യിക്കുമ്പോൾ സാന്നിധ്യം എടുക്കുന്ന ഭഗവാന്. ഇവിടെ ഈ പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടാക്കുന്നു അതിലെല്ലാം ചൈതന്യമൂർത്തിയായി സാക്ഷിയായി നിൽക്കുന്നുണ്ട് ഗുണവാനെ പോലെ. ആ മായ ഗുണമുള്ള മായയാണ്. ത്രിഗുണങ്ങളോടുകൂടിയാണ് പ്രകൃതി മഹാമായ. മായയ്ക്ക് മാത്രമേ ഉള്ളൂ ഗുണങ്ങൾ. അതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് ഭർത്താവായ ജഗദീശ്വരൻ ഗുണങ്ങളെ പോലെ. അതാണ് തന്മൂല. അതുകൊണ്ട് ഈ മായ ഇവിടെ സൃഷ്ടി നടത്താമെന്ന് അംഗീകരിച്ചപ്പോൾ ആ ഗുണങ്ങളോടുകൂടിയാണ് മായ എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നമുക്കൊക്കെ ഗുണം തന്നിരിക്കുന്ന മായ അമ്മയാണ്. അതുകൊണ്ട് ഭഗവാൻ പരമാത്മാവായ ജഗദീശ് നമ്മുടെ പിതാവ് എന്ത് ചെയ്തു? ആ ഗുണവാനെ പോലെ ആയതു ഭവാൻ.
ഇത് എത്രമാത്രം അറിഞ്ഞിട്ടാണ് ഈ മഹാമുനി അഗസ്ത്യൻ ഇത് പറയാ. ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. അങ്ങനെ എന്തു വന്നു ഈ മഹാമായ? ഒരു രീതിയല്ല, സ്വഭാവം എന്താണ്? ഈ ത്രിഗുണങ്ങൾ ഉണ്ടെങ്കിലും അവർക്കൊരു രണ്ട് വിധമുള്ളൊരു ഇതുണ്ട്. ഒന്ന് എന്താണ്? വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ. ഒരേ ഒരു അമ്മ പരാശക്തി ലോകമാതാവ് മഹാമായ രണ്ട് വിധമായി എടുത്തേക്കാം. ഒന്ന് വിദ്യയും ഒന്ന് അവിദ്യയും. അങ്ങനെ ഒരു ഭേദം രണ്ടായിട്ട് വന്നു. ഒരേ ഒരു അമ്മയ്ക്ക് രണ്ട് സ്വഭാവം. അത് അറിവില്ലായ്മയും ഒന്നെന്തരാ വിദ്യ അറിവും രണ്ടും ഇവിടെ വേണം. അതുകൊണ്ട് വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാ വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ. അതുകൊണ്ട് ഈ രണ്ട് രീതിയിലാണെങ്കിലും വിദ്യ എന്നല്ലോ ആര് പറഞ്ഞ ചൊല്ല്? നിവൃത്തി നിരതന്മാര്. നിവൃത്തി നിരതന്മാർ വിദ്യ കൊണ്ടാണ് നിവൃത്തി നേടിയത്. നമ്മൾ എന്തുകൊണ്ടാണ് നിവൃത്തി ഉണ്ടാകാത്തത്? ഇതിന്ന് കരകയറാത്ത എന്താ? വിദ്യ ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ നല്ല ജ്ഞാനികള് വിദ്വാൻമാർ എന്തു എന്ന് നിവൃത്തി നിരതന്മാര് എന്നുവെച്ചാൽ കർമ്മത്തിൽ നിന്നല്ല മുക്തനായവര് വിദ്യ എന്ന് ഈ അമ്മയെ പറയുന്നു. ഈ പരാശക്തി വിദ്യാരൂപിണിയാണെന്ന് അവർ അംഗീകരിക്കും. എന്തുകൊണ്ടാണ്? അവരതിലേക്ക് എത്തിപ്പിടിച്ചു. അവർ ഈ കർമ്മത്തിൽ നിന്നെല്ലാം വിദഗ്ധനായി പരമാത്മ ലയം പ്രാപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വന്നത്? വിദ്യ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം അവിദ്യപ്പെട്ട് കിടക്കുന്നു. നമുക്കും വിദ്യ കിട്ടാമെങ്കിൽ എന്തുവരും? ആത്മജ്ഞാനമാണ് വിദ്യ. നല്ല ഈ ലോക ജീവിതത്തിലെ ഡോക്ടറോ എഞ്ചിനീയർ അല്ല. നമ്മളെ ഉള്ളത്തിൽ പരമാത്മാവ് വസിക്കുന്നു. ആ ജഗദീശനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ വിദ്യ വേണം. അങ്ങനെ നമുക്ക് ഇതിൽ നിന്നെല്ലാം മുക്തനായെങ്കിലേ അത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ വിദ്യയാണ് ആര് മനസ്സിലാക്കി? നിവൃത്തി നിരതന്മാർ. എന്നിട്ടോ അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം. എന്താ അവിദ്യാവശന്മാർ? ഇവിടെ വർത്തിക്കുന്ന ഒരു അവിദ്യയാണ്. നമ്മൾ ഇവിടെ ഇപ്പം ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളിൽ ഇപ്പോൾ 1000-ൽ 1-2 പേര് മാത്രം ഈ നിവൃത്തി നിരതന്മാരാവും, വിദ്യയെ എടുക്കൂ. പക്ഷെ ബാക്കിയെല്ലാം എന്താ? യാതൊന്നും അറിയാതെ ഈ അവിദ്യയിൽപ്പെട്ട് കിടക്കുക, അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുക. അവർ വർത്തിച്ചിടിന എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ, ഇത് കർമ്മകാണ്ഡമാണ്. ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവർ അവിദ്യാവശന്മാരാ. എന്തുകൊണ്ടാണ്? വിദ്യ വരുന്നില്ല. വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ മടുത്തു പോകും. ചെയ്തതൊക്കെ മതി, കർമ്മത്തിൽ നിന്ന് വിരക്ക് എനിക്ക് ഭഗവാനിൽ എത്തണം, പരമേശ്വരൻ ഞാനും പരമാത്മാവും ഒന്നായി ഏകമായി ലയിക്കണം എന്ന് വിദ്യ കൊണ്ടേ അറിയാൻ പറ്റൂ. അതുവരെ വർത്തിച്ചിടുന്നത് എന്താ? വർത്തിക്കുക വെച്ചാൽ ഇവിടെ കർമ്മം ചെയ്ത് കൂട്ടി വെക്കുക. നന്മ തിന്മകളാകുന്ന കർമ്മങ്ങൾ. നന്മ മാത്രമല്ല, അവിദ്യ ഉള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അവർ തിന്മയും ചെയ്യും, അത് ഗുണദോഷങ്ങളെല്ലാം മിശ്രമായി തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തു വരുന്നു? അവിദ്യാവശന്മാരാണ്. അപ്പോൾ നിവൃത്തി വരുന്നവരെന്താണ്? വിദ്യ. വിദ്യ വരുമ്പോൾ എല്ലാത്തിനും മുക്തനാകാതെ നിവൃത്തി എന്ന് പറയാം. നിവൃത്തി നിരതന്മാർ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നത് ഇത് ഒത്തുള്ള ചിലർക്ക് അറിയില്ല, അതുകൊണ്ട് എടുത്ത് പറയുക. അപ്പോൾ ഈ കർമ്മത്തെന്ന് മുക്തനാകുമ്പോൾ അവരെന്തുകൊണ്ടാണ്? വിദ്യ കൊണ്ടാണ്. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. മനസ്സിലാക്കിയാൽ മാത്രം വരാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അങ്ങനെ അവർ നിവൃത്തി വന്നു. എന്നാൽ ഇത് വർത്തിക്കുന്ന എന്താണ്? നിവൃത്തി അല്ലാതെ ഓപ്പോസിറ്റ് വർത്തിക്കുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ഈ ഭൂമിയിൽ വന്നങ്ങ് കർമ്മം ചെയ്തിട്ട് പോരാ, ഒരിക്കലും തീരാത്ത കർമ്മങ്ങളാണ്. മരിക്കുന്നതിന് അപ്പോഴും കർമ്മം ചെയ്യുന്ന മനസ്സുകൊണ്ടെങ്കിലും കർമ്മം ചെയ്യും. ശരീരത്തിന് വയ്യെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിച്ച് കർമ്മങ്ങൾ നാളെ അതിങ്ങനെ ഇന്നത് അത് കണ്ടില്ല, ഇത് കണ്ടില്ല, അത് എടുത്ത് ഇത് വിറ്റു, അത് ഇങ്ങനെ മനസ്സുകൊണ്ട് കോട്ട കെട്ടും. അപ്പോൾ അത് നിവൃത്തി വന്നു. അപ്പോൾ എന്താ കാരണം? അവിദ്യ. ഇതിനാണ് പ്രകൃതി അവിദ്യ എന്ന് പറയാം. അതുകൊണ്ട് അവിദ്യാവശന്മാരായി വർത്തിച്ചിരുന്ന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. ഇത് രണ്ടിൽ എന്താ ഭേദം? കുറേ പേർക്ക് നിവർത്തി, കുറേ പേർക്ക് വർത്തി. എന്താ? ജനങ്ങൾ മൊത്തവും ഇവിടെ കിടന്ന് കർമ്മം ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം കുറേ പേര് വിരമിക്കുന്നു. അതിനാണ് ഈ അവിദ്യ വിദ്യ എന്ന് പറയാം. അല്ല വേറൊന്നും അല്ല. നമുക്ക് ഇതിൽ നിന്ന് മുക്തനായി പോകുന്നവർ വിദ്യയും, ഇവിടെ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നവർ ഈ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം അഗാധമായ പടും കുഴിയിലാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. അവരെന്താ? അവിദ്യ കൊണ്ട് ഇത്രേ വ്യത്യാസമേ ഉള്ളൂ, അറിവില്ലായ്മ. ഇതിൽ നിന്ന് മുക്തനാകാൻ ഒറ്റ മാർഗം എന്താ? വിദ്യ മാത്രം മതി. ഇതിനിവിടെ ഈ രണ്ട് കൂട്ടരായിട്ട് നിൽക്കുക. ആരായി? ഈ പ്രകൃതി മഹാമായ രണ്ടായി തിരിച്ചു. ഒന്ന് അവിദ്യയും ഒന്ന് വിദ്യയും. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അപ്പോൾ എന്താണ് വിദ്യയുള്ളവര്? പിന്നെ വേദാന്ത വാക്യാർത്ഥ വേദികളാണ്. ഇവിടെ മഹാമുനി കുറേ ശിഷ്യന്മാർക്കെല്ലാം എന്താ കൊടുത്തത്? ഭഗവാന്റെ രാമമന്ത്രവും വ്യാഖ്യാനവും ഒക്കെ കൊടുത്തിങ്ങനെ അവരെ നന്നായി പഠിപ്പിച്ചിരിക്കുക. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിന് മുക്തനാവാൻ പറ്റൂ. ഭഗവാന്റെ മന്ത്രം ജപിച്ചും ധ്യാനിച്ചും ഭഗവാന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയും നന്മയിലേക്ക്
കടന്ന് കടന്ന് മുകളിലോട്ട് പോയി വന്നെങ്കിലും നമുക്ക് വിദ്യ കൊണ്ട് ഭഗവാനിൽ എത്താൻ പറ്റൂ. അത് ചെയ്യുന്ന ആരാണ്? വേദാന്ത വാക്യാർത്ഥ വേദികൾ. ഇതൊക്കെ പഠിച്ച് അറിയുന്ന വേദി എന്ന് വെച്ചാൽ അറിവുള്ളവർ. അതെന്ത്? സമന്മാരാണ് അവർ. അവരെല്ലാവരും സമന്മാരായി കാണും. എന്നിട്ട് പാദഭക്തന്മാരായുള്ളവർ, പരമാത്മാവിൽ തന്നെ ലയിച്ച് പാദഭക്തന്മാരായിരിക്കുന്ന അങ്ങനെ പുണ്യാത്മാക്കൾ എന്താണ്? വിദ്യാത്മകന്മാരാണ്. അവരാണ് വിദ്യ ഉള്ളവർ. ഈ ലോകത്തിലെ വിദ്യയെ പറ്റി അല്ല ഇത് പറയാ. ഇതൊക്കെ അറിഞ്ഞ് ഇത് ആയിത്തീരലാണ്. ആയിത്തീരുമ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്താണ്? വിദ്യാത്മകന്മാരെന്ന് പറയും. അവിദ്യാവശകന്മാരെന്താണ്? അറിവില്ലാത്ത ഈ ലോകത്ത് ഇന്ന് ജനങ്ങൾ മൊത്തവും തിങ്ങിപ്പാർക്കുന്ന ഈ എന്താ പറയുക, കർമ്മകാണ്ഡത്തിൽ ഏതാനും കുറച്ച് വിരലിലെണ്ണുന്ന അത്ര പേരെ ഈ വിദ്യയിലേക്ക് പോകും. കാരണം ഇതിൽ നിന്ന് മുക്തനാവാൻ ആർക്കും പറ്റത്തില്ല. ഈ മമത വിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ വീടും കൂട്ട് എനിക്ക് പറ്റത്തില്ല, ഇവിടെ തന്നെ കിടക്കാനുള്ള മോഹത്തിൽ കിടക്കുന്നവർ ഒരിക്കലും കരകയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ അവരെ എന്താ? അവിദ്യ എന്ന് പറയും. അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. ഞാനും പറയുന്നു, എപ്പോഴും ഞാനും പറയുന്നത് ഇങ്ങനെ. ഇതൊക്കെ വായിക്കുമ്പോഴൊക്കെ ഞാനും പറയുന്നത് എങ്ങനെയാ? എന്നെ ആരും വിളിച്ചാൽ അവരോട് ഞാൻ പറയുന്നത് ഇങ്ങനെ. നമ്മളിവിടെ കർമ്മത്തിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുക, അവിദ്യ കൊണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുക. ഇതിന്ന് മുക്തനാവണമെങ്കിൽ ഇതൊക്കെ പഠിച്ച് ജ്ഞാനം വർദ്ധിച്ച് തപസ് ചെയ്ത് കർമ്മങ്ങളെല്ലാം ഫലേച്ഛ കൂടാതെ ഈശ്വരനെല്ലാം സമർപ്പിച്ച് ഇതിന്ന് മുക്തനായി പോകുമ്പോഴേ നമുക്ക് മോക്ഷത്തിലേക്ക് കടക്കാൻ പറ്റൂ. അതുവരെ നമ്മൾ എന്താ? അവിദ്യ. ഈ പ്രപഞ്ചത്തിൽ ചുറ്റിപ്പറ്റി അത് പാശം. മനസ്സ് എപ്പോഴും ഈ ലോകത്ത് തന്നെ, പ്രപഞ്ചത്തിൽ തന്നെ കെട്ടിപ്പടഞ്ഞ് കിടക്കുക. അത് വിരക്തനാവണമെങ്കിൽ വിദ്യ വേണം. അതുകൊണ്ട് അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്ന് ആര് പറയുന്നു? തത്വജ്ഞന്മാരായ വേദാന്തികൾ പറയും. അവർ പറയും. അവരെന്നല്ല, ആർക്കെങ്കിലും ഇച്ചിരെങ്കിലും ബോധമുള്ളവർ പറയും, ഇത് കിടന്നിങ്ങനെ കഷ്ടപ്പെട്, നിങ്ങൾക്ക് ദുഃഖം തരുന്ന ഒരിക്കലും വിട്ട് മാറത്തില്ല, വീണ്ടും ജനിച്ചും മരിച്ചും വന്നേ പറ്റൂ എന്ന് അറിവുള്ള തത്വജ്ഞന്മാരിങ്ങനെ പറയും, നിരന്തരം പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാനാ? ഞാനിത് വായിച്ച് 2-3 വർഷം കൊണ്ട് ഇത് പറയുന്നു. ആര് കേൾക്കുന്നു? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ഇത് കേട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് ഓക്കെ. എന്നിട്ട് എന്താ വീണ്ടും കാണിക്കുന്നേ? മമത. ഒരിക്കലും മമത വിട്ടു പോകുന്നില്ല. പ്രായം കഴിഞ്ഞ് വന്നിട്ടും മമത മാറുന്നില്ല ഒരിക്കലും. അത് വലിയ പാടാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യ മരിക്കുമ്പോഴും ശ്രദ്ധ അങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഭഗവാൻ അടുക്ക വരും? നമ്മൾ അതൊന്ന് ഒഴിച്ച് കളഞ്ഞെങ്കിലല്ലേ നമ്മുടെ മരണസമയത്തെങ്കിലും ഭഗവാൻ നമ്മുടെ അടുക്ക വന്ന് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകൂ. അതിന് വേണ്ടുന്ന ആരാധനകളും ഇതൊക്കെ അറിഞ്ഞും ഈശ്വരൻ തന്നെ മതി, എനിക്ക് ഒടുക്കം, എൻ്റെ അവസാന സമയം ഒരു 10, 60, 65 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്കിനി ഇതൊന്നും വേണ്ട, ഇതിന് വിരമിക്കണം, നമുക്ക് ഭഗവാനിൽ എത്തണമെന്ന് ആര് ചിന്തിക്കുന്നു? അങ്ങനെ ചിന്തിച്ചാൽ എന്തുവരും? അങ്ങനെ ഓർത്തും ഭജിച്ചും ഇരുന്നാൽ ഭഗവാൻ നമ്മളെ വന്ന് കൊണ്ടുപോകാൻ സമയത്ത് നമ്മൾ ഓർമ്മയോടെ ഇരുന്ന് ഭഗവാനിലേക്ക് സ്നേഹത്തോട് പോകാൻ പറ്റും. അതല്ലാതെ എന്തുവരും? അവിദ്യ കൊണ്ടിരുന്നാൽ മരിക്കാൻ കിടക്കുമ്പോൾ, ശ്വാസം വലിക്കുമ്പോൾ വിഷമങ്ങളും വേദനകളും ആരെ വിളിക്കും? ദൈവവും വിളിക കേൾക്കില്ല. ഒരു കുഞ്ഞുങ്ങളും അടുത്ത് കാണത്തില്ല. എന്താ? പ്രവൃത്തി മോശം. ഈ ലോകം പ്രവൃത്തി മോശമാണ്. നന്മയും തിന്മയൊക്കെ നിറഞ്ഞ് എന്താ ചെയ്യുന്ന അറിയാത്ത പാപകർമ്മങ്ങൾ ചെയ്തിങ്ങനെ കിടക്കുകയാണ്. കാരണം അറിവില്ല. അതുകൊണ്ട് എന്തുവരും? ആ സമയത്തിന് ഓർമ്മക്കേടും വിഷമങ്ങളും വേദനകളും അസ്വസ്ഥകളും ദുഃഖ ദുരിതങ്ങളുമായിട്ട് എൻ്റെ കുഞ്ഞന്തിയെ, എനിക്ക് ശ്വാസം മുട്ടുന്നേ, എനിക്ക് ഇന്ന ദുഃഖമാണേ, എൻ്റെ മകൻ എവിടെ പോയി, ഇത് കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ അടുക്ക ചെല്ലാൻ പറ്റുമോ? ദൈവം ഇവിടെ വിളി കേൾക്കൂ? ഈശ്വരനെ വിളിച്ച് നേരത്തെ കൂട്ടി അറിഞ്ഞെങ്കിലല്ലേ ഈശ്വരൻ വരത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു ശ്രദ്ധയും ഈ ലോകത്തേക്ക് വരത്തില്ല. ഭഗവാനുള്ള ചിന്ത മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇതെന്ത് പറയുന്നു? അവിദ്യാവശകന്മാർ നിത്യ സംസാരികൾ. നമ്മളെല്ലാം ഇതിൽ കിടന്ന സംസാരികളാണ്. ഇതെന്ന സംസാരം ഈ ദുഃഖ ദുരിതമാണ്. ഇതാണ് അവരുടെ അവസ്ഥ. ആര് പറയുന്നത്? അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു, നിരന്തരം പറയുന്നു. എത്ര പറഞ്ഞാലും അനുസരിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ തത്വജ്ഞന്മാർ, വേദാന്തികൾ, ഈ അറിവുള്ളവർ. വിദ്യാഭ്യാസിക രഥന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. എന്താ? വിദ്യാഭ്യാസിക രഥന്മാരായ ആത്മവിദ്യ അഭ്യസിക്കുന്നതിൽ തന്നെ മുഴുകിയവർ. ഇത് കേൾക്കുന്നവരും പോരാ ഇത് ആക്രാന്തമാണ്. ഇതങ്ങ് ആക്രാന്തമാണ്. ഇതെല്ലാം മിഴുങ്ങി ഇറക്കണം, ഇത് പാനം ചെയ്യണം. അങ്ങനെ ആത്മീയമായി നിറഞ്ഞിരിക്കുന്ന മഹാത്മാക്കളായ ആ പ്രേമമാകുന്ന വായ്പോടെ ഇരിക്കുക. ഇത് എത്രമാത്രം ഭഗവത് ജ്ഞാനം എത്ര കിട്ടിയാലും പോരാ എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസിക രഥന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. അവരാണ് നിത്യമുക്തന്മാർ. ഇത് പോരാ കേട്ടത് പോരാ, അതിലേക്ക് ഇഴിഞ്ഞിറങ്ങണം. എന്നിട്ട് അത് ഭഗവാനിൽ ലയിച്ച് നമ്മൾ ഇരിക്കണം. അവരാണ് നിത്യമുക്തന്മാർ. കാരണം അവർക്ക് മറ്റ് ചിന്തയില്ല. ഏത് സമയത്തും
ഈശ്വരാരാധനയും ഭഗവാൻ കഥകളും സജ്ജനങ്ങളോടുള്ള ഈശ്വരൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ചർച്ച ചെയ്യുക. എന്താ മഹാമുനി ചെയ്യുന്ന ഭക്തന്മാരായ ശിഷ്യന്മാരെല്ലാവർക്കും ഇരിക്കുമ്പോൾ രാമമന്ത്രങ്ങൾ ജപിച്ചും പറഞ്ഞും അതിൻ്റെ അർത്ഥം വ്യാഖ്യാനം കൊടുത്ത് ഇരുന്ന ആ സമയത്ത് എത്ര വയസ്സായാലും ഇതേപോലെ ഇരുന്ന ഭഗവാൻ നമ്മളെ വന്ന് കൊണ്ടുപോവില്ലേ? അതേസമയം ഈ ലോക ചിന്തയിൽ പറ്റിയിരുന്ന എങ്ങനെ വരും? ഈശ്വരനെ അറിയുന്നുണ്ടോ? അതുകൊണ്ട് വിദ്യാഭ്യാസൈക രഥന്മാരായ ഈ പരമാത്മനെ രമിക്കുന്നവരെ രതിക്കുക, ആത്മാവിനെ രാമന രമിക്കുക. അങ്ങനെയുള്ള ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു ആരാ? തത്വജ്ഞന്മാർ. തൻ മന്ത്രോ ഉപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിക്കുകയും ചെയ്യും. ത്വൻ മന്ത്രോ ഉപാസക ഭഗവാനെ ഓം അല്ലെങ്കിൽ നമശിവായെന്നോ അല്ലെങ്കിൽ രാമമന്ത്രമോ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഉപാസകന്മാരായിരിക്കുന്ന ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ, ഈ നിർമ്മലമായിരിക്കുന്ന ഈ വിദ്യകളൊക്കെ ഉള്ളത്തിൽ താനേ സംഭവിക്കും. ഒരു ഗുരു പ്രത്യേകിച്ചൊന്നും വേണ്ട. ഈ ഒരു ഗ്രന്ഥവും കയ്യിലുണ്ട്, നമുക്ക് നന്നായിട്ടൊന്ന് വായിച്ച് അക്ഷരം മനസ്സിലാക്കി വായിക്കാമെങ്കിൽ അർത്ഥം തനിയേ നമ്മുടെ ഉള്ളത്തിൽ പരമഗുരുവായിരുന്ന പരമേശ്വരൻ നമ്മുടെ ഉള്ളത്തിൽ പറഞ്ഞു തരും. താനേ സംഭവിക്കുമെന്നാണ്. എന്നിട്ടോ മറ്റുള്ള മൂഢന്മാർക്ക് ഈ ലോകജീവികൾക്കോ വിദ്യ ഉണ്ടാകുന്നതും ചെറ്റില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ഉണ്ടാവില്ല. അവർക്ക് എന്താ പറയുക, അവർക്ക് കുറച്ച് കടയിൽ പോയി കിടന്ന് പച്ചമാംസം വാങ്ങിച്ചിരുന്ന് അതും കറി വെച്ച് അല്ലെങ്കിൽ മദ്യവും കുടിച്ച് ഈ ലോകത്തിലേക്ക് കോമഡിയും കണ്ട് സിനിമയും കണ്ട് അവരുടെ പരമാനന്ദം അതാണ്. അങ്ങനെയുള്ള മൂഢന്മാരെന്ന് അതിനെ പറയാം. എന്താ വെച്ചാൽ മൂഢൻ, അജ്ഞാനികൾ. അവർക്ക് അറിവില്ല. അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും അത് വിദ്യ ഉണ്ടാകത്തില്ല, ഉണ്ടാകുന്നതും ചെറ്റില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ഉണ്ടാകില്ല. എന്താ കാരണം? ഈ ഈശ്വരനുള്ള ഭക്തി ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. അങ്ങനെ എന്തുവാ ഈ മൂഢന്മാർക്ക് എത്ര 100,000 1ഉം 2ഉം ജന്മമല്ല, 100,000 ജന്മം ജനിച്ചാലും ഇതല്ലേ ചിന്ത? എൻ്റെ മമത വിട്ടു പോവില്ലല്ലോ. ഈ ഓരോ ജന്മങ്ങളിലും മക്കളും കുട്ടികളും കാണും. അപ്പോഴേ അങ്ങനെ ഇരിക്കുമ്പോൾ വയസ്സും തികയും, മരണവും കഴിയും, വീണ്ടും ജനിച്ചു വരും. 100,000 ജന്മങ്ങൾ ജനിച്ചാലും ഈ പറഞ്ഞ് എന്താ ഇത് ഉണ്ടാവില്ല. കഴിഞ്ഞാലും ആകെ ത്വൽഭക്തി സമ്പൻ ചെറ്റില്ല. ഒരിക്കലും ഈശ്വരങ്ങളിൽ വിദ്യ കിട്ടത്തില്ല. അതുകൊണ്ട് ആകയാൽ അതുകൊണ്ട് ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരല്ലേതും. അവർ ഏകാന്തമായി ഭഗവാനെ ഭജിക്കും. എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി എല്ലാവരും കൂട്ടത്തിൽ, കാരണം കൂട്ടത്തിൽ കിടക്കുന്ന ഇപ്പോൾ 10 പേരൊരു കുടുംബത്തുണ്ടെങ്കിൽ 9 പേരും ഈ ലോക ചിന്തക്കാരാണ്. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒന്നേ കാണുകയുള്ളൂ. അവരെന്ത് ചെയ്യും? ഏകാന്തമായി ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ഏകാന്ത മുക്തന്മാരില്ലേ സംശയമോർത്താൽ. ഒരു സംശയവുമില്ല. അതിന് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടുമ്പോൾ മനസ്സിലാക്കിക്കോണം, അവർക്ക് അതാണ് തൃപ്തികരം. എന്തുകൊണ്ടാണ്? ഈ ലോക ജീവിതം ഉള്ളവരുടെ കൂടെ കിടന്നാൽ ഈ ഏകാന്തത അനുഭവിക്കാനോ പരമാത്മാവിൽ ലയിക്കാനോ ഒന്നും നടക്കാത്ത കാര്യം. മറ്റുള്ളവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ അത് കണ്ടും കേട്ടും നമുക്ക് സമയവും കിട്ടത്തില്ല, നമുക്ക് അതിനുള്ള എന്താ പറയുക ഒരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അവരുടെ ഇപ്പം മറ്റെല്ലാം സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ആകുമ്പോൾ മക്കളും മരുമക്കളും അപ്പൂപ്പനും അമ്മമ്മയും ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ എന്ത് വരും? അവരുടെ കാര്യം നോക്കി നേരം അങ്ങ് ഇരുട്ടും, കിടന്നുറങ്ങും, വീണ്ടും നേരം വെളുക്കും, വീണ്ടും ഇത് തന്നെ അവസ്ഥ. എവിടെ കിട്ടാനാ ഈശ്വരനെ ആരാധന? ഈ അറിവ് എവിടെ നിന്ന് കിട്ടും? അതിൽ എന്ത് വേണം? ഒറ്റയ്ക്ക് ഏകാന്തമായി ഈശ്വരനും കൂടെ അതിനുള്ള അനുവാദം നമുക്ക് തരും. അതുകൊണ്ട് ഏകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ അല്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് മനസ്സിലാവണം, ത്വൽഭക്തി സുധാഹീനന്മാരായവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല. ത്വൽഭക്തി ഹീനന്മാർ, ഭഗവാനിൽ ഭക്തി ഇല്ലെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ഏത് തരത്തിലെങ്കിലും നമ്മളെ കരകയറ്റും. നമുക്ക് ഈശ്വരൻ്റെ ഭക്തി ഉണ്ടല്ലേ, അത് ഈശ്വരൻ തന്നെ ബാക്കി കാര്യം നമുക്ക് വഴിയെ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് ത്വൽഭക്തി, ഭഗവാൻ ഭക്തി സുധാ, അമൃതാകുന്ന ഭക്തി കൊണ്ട് അമൃതം ഉണ്ടാകണം. അതായത് ഈശ്വര ഭക്തിയാകുന്ന അമൃത് ലഭിക്കാത്തവർ, ഈശ്വരനുള്ള ഭക്തി കൊണ്ട് പ്രേമമാകുന്ന ഭക്തി വരുമ്പോൾ നമുക്ക് തനിയെ ശിരസിൽ നിന്ന് അമൃതധാര ഇനി ലയിച്ച് വന്നുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തവർക്കുള്ള കാര്യമാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ എന്തുണ്ട്? ഭക്തിഹീനന്മാരില്ലാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം ലഭിക്കുകയില്ല. ഒരിക്കലും സ്വപ്നം പോലും കാണേണ്ട കാര്യമില്ല, കിട്ടത്തില്ല. എന്നിട്ട് ഇത്രയും ഇത് സ്തുതിപ്പാണ്, ഇത് മഹാമുനിയുടെ സ്തുതിപ്പാണ്. ഇതിങ്ങനെ കാര്യം പറഞ്ഞ് ഭഗവാനോട് പറഞ്ഞുള്ള സ്തുതിപ്പാണ്. അങ്ങനെ ത്വൽഭക്തി സുധാഹീനന്മാരായവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല.
ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീ രമണാത്മാ രാമ കാരുണ്യ അമൃത സിന്ധു. കാരുണ്യമായിരിക്കുന്ന അമൃത സിന്ധു, സമുദ്രം പോലെ കാരുണ്യം ചൊരിഞ്ഞ പരമാത്മാവായ ജഗദീശ്വര ശ്രീരാമ, എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു, ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. ഇത്രയും ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്, ചിന്തിക്കിൽ, ഇതിന്റെ സാരം, ഇതിന്റെ അർത്ഥം കുറച്ച് ചൊല്ലുവൻ ധരാപതേ. സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന്, അതായത് സജ്ജന സംസർഗം. എന്താ സജ്ജന സംസർഗം? വെളുത്തിരിക്കുന്ന കുറെ ധനമുണ്ട് അങ്ങനൊന്നുമല്ല, ഇതേ അറിയാകുന്ന മഹാത്മാക്കള്. ഈ സജ്ജനം എന്ന് പറയുമ്പോൾ നമ്മളെ മുമ്പിലൊന്നും ഒരു സജ്ജനമില്ല, എവിടെങ്കിലേ കാണും. ഈശ്വരനെ അറിഞ്ഞ വ്യക്തിയാണ് സജ്ജനം. അങ്ങനെ അവരുടെ കൂടെ നമ്മൾ അറിവില്ലാത്ത നമ്മൾ പോയി ഇരുന്നാൽ എന്ത് വരും? അദ്ദേഹം ആ ഒരു മഹാത്മാവ് പറഞ്ഞ കേട്ട് 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 പല ഒരു കേട്ട് നമ്മളെ ഉള്ളത്തിലേക്ക് ഇത് കുറച്ച് അമൃതം അങ്ങോട്ട് ഇറങ്ങി വരും. ഭഗവാന്റെ അമൃതധാര വന്നു നമുക്കും ഭക്തി വർദ്ധിക്കും. അത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടത്തില്ല. നമ്മൾ ഈ സജ്ജന സംസർഗം എവിടെ ഉണ്ടോ അവിടെ പോയി നല്ല മഹാത്മാക്കളുടെ കാര്യം, എല്ലാം ഈ പൂണുനൂലും അല്ലെങ്കിൽ പിന്നെ രുദ്രാക്ഷം ഇട്ട എല്ലാവരും ആവണമെന്നല്ല. ഇതിനെപ്പറ്റി അറിവുള്ള ജ്ഞാനികളാകുന്ന ഭക്തന്മാരുടെ അടുക്ക പോയിരുന്ന് അവരെന്താണ് പറയുന്നത്, അവരുടെ പ്രവൃത്തി കാണണം. അവരെന്താണ് പ്രവൃത്തിയിൽ ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണം? സാധു സംഗതി, അതാണ് സംസർഗം. സജ്ജന സംസർഗം തന്നെയാണ് മോക്ഷകാരണം. ഇവിടെ മഹാമുനി പറയുന്നു, ഈ അഗസ്ത്യ മഹാമുനി പറയുന്നു, എന്താ സജ്ജന സംസർഗം തന്നെയാണ് മോക്ഷം. കാരണം അവർ നല്ല കാര്യങ്ങളല്ലേ പറയുള്ളൂ. ഭഗവാന്റെ ചരിത്രങ്ങളും ഭഗവാന്റെ സ്തുതിപ്പും എല്ലാം പറഞ്ഞു പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്കാണ് കൂടുതലും, കേൾക്കുന്നവർക്കാണ് കിട്ടുന്നത്. ഇതാരാണ് കേൾക്കുന്നത്? അവർക്കാണ് കൂടുതൽ ജ്ഞാനം കിട്ടുന്നത്. അപ്പോൾ അവർക്ക് എന്തൊരു മോക്ഷം കിട്ടും. അതുകൊണ്ട് സാധു സംഗതി തന്നെ മോക്ഷ കാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. നല്ല വേദാന്തികൾ, അറിവുള്ള ജ്ഞാനികൾ പറയുന്നു സജ്ജന സംസർഗം തന്നെയാണ് മോക്ഷ കാരണം എന്ന് പറയുന്നു. ആ സത്യമാ? അല്ലാത്ത ഈ ലോക ജീവികളോട് കൂടിയാൽ ഇന്നെത്ര പിന്നെ രൂപയ്ക്ക് മീൻ വാങ്ങിച്ചു കൊച്ചേ, ഇന്നെന്ത് കറി വെച്ചു, എല്ലാവരും സുഖമായിട്ട് കഴിയുന്നു, ഇന്നത്തെ സീരിയലിൻ്റെ കഥ അറിയാമോ, ഇതൊക്കെ ഒരു കാലത്ത് നമ്മളൊക്കെ ചെയ്തവരാ. പക്ഷെ അത് ഒരു പരിധിയുണ്ട്, അതിന് പ്രായമുണ്ട്, അത് കഴിയുമ്പോൾ അതൊക്കെ കളയണം. അതുകൊണ്ട് ഇത് ഞാൻ ചെയ്തിട്ടില്ലെന്നല്ല, ഞാനിപ്പോൾ ഒരു ഏഴ് വർഷത്തോളം സീരിയൽ എന്നല്ല ടി വി തുറക്കാറേ ഇല്ല. അതുകൊണ്ട് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊന്നും ആർക്കും കൊടുക്കാൻ എനിക്കൊരു അവസരം ഇല്ലാതെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടോന്ന് മാത്രം, സിനിമയൊന്നും കാണാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ പറയുന്നു സാധു സംസർഗം. നല്ല സമയത്ത് എവിടെങ്കിലും ഭക്തന്മാർ ഇരിക്കുമ്പോൾ അവിടെ പോരുന്ന് കേൾക്കുക, അവർ പറഞ്ഞ കേൾക്കുക, അതിൽ ആത്മജ്ഞാനം നേടി വരാം, അറിവുണ്ടായി വരാം. അപ്പോഴെന്ത് വരുന്നത്? അത് മോശമെന്ന് പറയുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. അങ്ങനെ ഭക്തന്മാരാരാണ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ? സമചിത്തന്മാരാണ്. അവർക്ക് ഭേദമില്ല, അവർക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. ആർക്കാണ് ആവശ്യം? ഒരു ഭക്തൻ മനസ്സിലാക്കുന്ന ആർത്തി ആർക്കാണുള്ളത് അവർക്ക് കൊടുക്കും. എല്ലാവർക്കും പങ്കുവയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കാൻ അത് പാത്രം അറിഞ്ഞ് ദാനം എന്തിനും വേണം. അത് ഈ വിദ്യയായാലും നമുക്ക് ആഹാരമായാലും ആർക്കാണ് വിശക്കുന്നത് അവർക്കാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പറയുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ആ സമചിത്തന്മാരെ എല്ലാവരിലും ഒരുപോലെ ദൃഷ്ടി മനസ്സും കാണും, എല്ലാം എന്താ ഒരേ കണ്ണോട് കാണും, ഒരേ മനസ്സോട് എല്ലാവരും ഉൾക്കൊള്ളും. അതുകൊണ്ട് ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. അതുകൊണ്ട് എന്തുവെന്ന് ഇങ്ങനെയുള്ള സംസർഗം ഭക്തന്മാർക്ക് വേണ്ടി അവർ ബോധിപ്പിച്ചു കൊടുക്കും. അവരുടെ ഉള്ളത്തിലിരിക്കുന്ന എല്ലാ ജ്ഞാനങ്ങളും ഈ ഭക്തന്മാർക്ക് വേണ്ടി കൊടുക്കും. അവർ നന്നായി, നമുക്ക് വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് എന്തിനാ? അവരും വിശപ്പല്ലേ, അവർക്കും നമ്മെ പോലെ വിശപ്പല്ലേ, അവർ വിശന്ന് ഇരിക്കില്ലേ, അവരെ കഴിച്ചോട്ടെ, നമ്മൾ ആഹാരം കൊടുക്കില്ലേ? അതുപോലെ ഒരു ഭക്തൻ ഇങ്ങനെ ദാഹിച്ചിരിക്കുക, എന്തിനാണ്? ആത്മാവിൽ ദാഹം, ഭഗവാനെ വേണം, ആത്മദാഹം. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഈ ബോധിപ്പിച്ചു കൊടുക്കുന്ന നല്ല സജ്ജനങ്ങൾ, മഹാത്മാക്കള്. അതുകൊണ്ട് സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. അങ്ങനെ ഇതൊരു സ്തുതിപ്പാണ്. പക്ഷെ കാര്യകാരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആരോട് പറയുന്നു? ഇതൊക്കെ ഇങ്ങനെയാണല്ലോ ഭഗവാനെ, ഇത് ശ്രീരാമനോട് പറയുക, ഇതൊക്കെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. നിസ്പൃഹൻ അങ്ങനെയുള്ളവർ എങ്ങനെ ഇരിക്കും? നിസ്പൃഹന്മാരായി, അതായത് എന്താ നിസ്പൃഹന്മാര്? യാതൊരു ആഗ്രഹവും ഇല്ലാത്തവരെന്താ നോക്കട്ടെ, ആഗ്രഹങ്ങളില്ലാതെ. നിസ്പൃഹൻ വെച്ചാൽ മറ്റൊന്നിനും വേണ്ടിയല്ല, ഭഗവാനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് ഈ ലോകത്തിലെ ഒരു സംഗതിയും വേണമെന്ന് പറഞ്ഞല്ല, ആഗ്രഹമേ ഇല്ല, പക്ഷേ ഈശ്വരനെ മാത്രം മതി. അപ്പോൾ നിസ്പൃഹന്മാരായി വിഗതേഷണന്മാരായി, എന്താണ് നിസ്പൃഹന്മാരായ? അസൂയയില്ലാത്തവരാ. ഈ വിഗതേഷണന്മാരായച്ചാൽ എന്താണ്? ആഗ്രഹമില്ലാത്തതും പിന്നെയോ
അപ്പം ഒന്നെന്താ, ആരോടും അസൂയയില്ല. ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് സമചിത്തതയാണ്. നന്മ തിന്മയെന്നൊന്നും അവർക്കില്ല. ഒരുത്തൻ ഇവ എന്നെക്കാളും കേമന, അതൊരു ചിന്ത ഒരു ഭക്തനുണ്ടാവില്ല. സമചിത്തതയാണ്. അതുകൊണ്ട് ആരോടും സമമേ ഉള്ളു. വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല, അസൂയയില്ല. പിന്നെ വിഗതൈഷണന്മാരാന്ന് വെച്ചാൽ എന്താണ്, ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതെ, ഒരാഗ്രഹം ഇല്ലാതെ വേണം ഭഗവാനെ ഭജിക്കാൻ. പിന്നെയോ സദാ ഭക്തന്മാരായി എപ്പോഴും ഭഗവാൻ തന്നെ ഭക്തിയോട് ഇരിക്കും സദാ. പിന്നെയോ നിവൃത്ത അഖില കാമന്മാരായി സർവ്വ ആഗ്രഹങ്ങളിൽ നിവർത്തിപ്പെടും, മുക്തനാകും. എല്ലാത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മറ്റു മനുഷ്യർക്കുണ്ടോ അതൊന്നും ഈ ഭക്തന്മാർക്ക് വേണ്ട, അതിൽ നിന്ന് മുക്തനാകും. പിന്നെയോ അനിഷ്ടപ്രാപ്തികൾ രണ്ടിന് സമന്മാരായി, ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും, ഇപ്പൊ ദുഃഖമായാലും സുഖമായാലും രണ്ടിനും ഒരേ അവസ്ഥയായിരിക്കും ഈ ഭക്തന്. രണ്ടിന് സമന്മാരായി നഷ്ടസംഗന്മാരുമായി, സന്യസ്ത കർമാക്കളായി, തുഷ്ടമാനസന്മാരായി, ബ്രഹ്മതൽപരന്മാരായി, ശിഷ്ട ആചാരിക പരായണന്മാരായി നിത്യം. അതായത് പിന്നെ സൽക്കർമ്മങ്ങളിൽ മാത്രം താല്പര്യമുള്ളൂ. ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേറെ ഒരു ജോലി ഈ പ്രപഞ്ചത്തിൽ കർമ്മങ്ങൾ ചെയ്യും. അത് എന്താ, അത് കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്യുന്നു, ഒരാഗ്രഹമല്ല. പക്ഷെ എന്തിനാ ആഗ്രഹം? സൽക്കർമ്മങ്ങളിൽ മാത്രം താല്പര്യം. എപ്പോഴും ഭഗവാന്റെ കഥകൾ കേൾക്കുക, പറയുക, നല്ല സൽപ്രവർത്തനം ചെയ്യുക, അതാണ്. സൽക്കർമ്മങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ. ഈ ലോക വിഷയത്തിൽ ഒരു താല്പര്യവുമില്ല, ചെയ്യാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ശിഷ്ട ആചാരിക പരായണന്മാരായി യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ. അതായത് യമനിയമാദികൾ എന്ന് വെച്ചാൽ എന്താ, അഹിംസ, ഇന്ദ്രിയ നിഗ്രഹം. നമ്മളെ കണ്ണ്, മൂക്ക്, ചെവി ഇതൊക്കെ കൊണ്ട് എല്ലാം നിഗ്രഹിക്കണം. ഞാൻ എപ്പോഴും നമ്മൾ പറയുമല്ലോ, കാണാൻ ഇഷ്ടമുള്ളത് എന്താണ്, ഭഗവത് കഥകൾ കേൾക്കാനും സജ്ജന അങ്ങനെയുള്ളതേ കാണൂ. ഈ ലോകത്തോർക്കുള്ള കണ്ണ് നേത്രം പോവില്ല, ചെവി കേൾക്കാൻ പോവില്ല, വേണ്ടാത്ത ഈ ലോകത്തിലേക്ക് ഒന്നും ഇത് കടന്നു പോവില്ല. അത് ഇന്ദ്രിയ നിഗ്രഹം വേണം. പിന്നെയോ ഇത് അഹിംസ, ഒരു എറുമ്പിനെ പോലും ദ്രോഹിക്കാതിരിക്കുക. അതാണ് മഹാത്മാക്കൾ എപ്പോഴും പറയുന്നത്, നമ്മെ പോലല്ലേ ആ ജീവനും. അപ്പം നമ്മൾ അറിഞ്ഞ് എന്തിനും ഒരു മനസ്സുകൊണ്ട് നോവിക്കുകയോ എടുക്കുകയോ പ്രവൃത്തി കൊണ്ട് അടിക്കുകയോ കൊല്ലുകയോ എന്നും ചെയ്യൂ. അതുകൊണ്ട് അഹിംസയും പിന്നെയോ ഇത് ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ സമ്പന്നന്മാരായി ഏകാന്തി, ശമദമ സാധനയുക്തരായി. എന്താണ്, കാമക്രോധാദികൾ ഇല്ലാതെ മനസ്സിനെ അടക്കി നിർത്തണം. കാമക്രോധാദികൾ ഒന്നിനോടും അത്യാഗ്രഹം, അത് ഇതെന്നുള്ള ചിന്ത, കാമക്രോധ ലോഭമോഹ അങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകളെല്ലാം മാറ്റി എന്താ, മനസ്സിനെ ഏകാഗ്രമായി അടക്കി നിർത്തണം. മനസ്സിനെ വധിക്കുന്നൊക്കെ പറയും അതിന്. മനസ്സിനെ പരമാത്മാ ലയിച്ച് നിർത്തുക. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴും ഭഗവാൻ നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു, ഭഗവാൻകൾ നിൽക്കുകയാണ്. അല്ല ഈ ലോക ജീവിതത്തിലേക്ക് നമുക്ക് പോവില്ല. ഒരു ഭക്തൻ എപ്പോഴും മനസ്സ് ഇതൊക്കെ പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴെല്ലാം മനസ്സിനെ ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ പ്രകൃതി, ഈ അവിദ്യയാകുന്ന പ്രകൃതിയിലേക്ക് രണ്ടായിട്ട് നിൽക്കുന്നു. ഒന്ന് വിദ്യയും ഒന്ന് അവിദ്യയും. ഈ അവിദ്യയാകുന്ന ഈ സംസാരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ വിടത്തില്ല, ഇന്ദ്രിയങ്ങളെ വിടത്തില്ല. എന്തുകൊണ്ടാ? ഇതിലേക്കാണ് ഊഴ്ന്നിറങ്ങിയിരിക്കുന്നത് നമ്മുടെ മനസ്സ്. ഇതെന്താണ്? ഭഗവത് ജ്ഞാനം, ആ കൃപ, ഭഗവാനിലേക്കുള്ള ആ ഒരു ഒഴുക്ക് നമുക്ക് വേണമെങ്കിൽ ആ ലംബമായി തന്നെ ആ ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ അടക്കി നിർത്താതിരുന്നത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ശമ ദമ സാധന യുക്തന്മാരായ സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ എന്നാണ്, ഇങ്ങനെയുള്ളൊരാള് സാധുക്കൾ ഭക്തന്മാരോട്, സാധുക്കൾ എന്താണ്, പാവപ്പെട്ടെന്നല്ല, നല്ല ജ്ഞാനികൾ ഭക്തന്മാരോട് സംഗതി ഉണ്ടാകുമ്പോൾ എന്താ, ചേർച്ച. ഇപ്പോൾ ഒരു ഭക്തനെ കണ്ട് അവരുടെ വാക്ക് കേൾക്കുമ്പോൾ, ഭക്തന്റെ വാക്ക് എന്താണ്, ഭഗവാന്റെ കാര്യങ്ങളെ പറയുള്ളൂ. അത് കേൾക്കുമ്പോൾ എന്തുവരും, സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി, മനസ്സിൽ എന്തുവരും, ഭഗവത് കഥ ശ്രവണേരതി ഉണ്ടാകും. ഒരു ഭക്തന്റെ വാക്ക് കേൾക്കുമ്പോൾ ആ ഭഗവാന്റെ ഈ കഥ ശ്രവിക്കുമ്പോൾ എന്തുവരും, ശ്രവണേ രതി ഉണ്ടാകണം. നമുക്ക് ആനന്ദ കണ്ണുനീര്, ഗൽഗതം, ഭഗവാന്റെ ചേർന്ന ഒരു ലയം, മനസ്സ് ദ്രവിക്കുക, അതാണ് ആ ആനന്ദ നിർവൃതി, ആ രോമാഞ്ചം. ഇതുണ്ടാകുന്നത് മനസ്സിലാക്കിയോ ഭക്തി ഉണ്ട്. അതില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ വായിച്ചു വെച്ചേക്കുന്ന ഭക്തി വന്നിട്ടില്ല എന്നർത്ഥം. ഇതാണ് ഒരു ഭക്തനോട്, ഒരു സാധു ഭക്തനോട്, അതായത് ഒരു സജ്ജനത്തോട് ചേർന്ന് അവിടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് രതി ഉണ്ടാകുന്നു. ഭഗവാനെ, ആനന്ദം ഉണ്ടാകുന്നു. എന്നാൽ അത് രതി തൽ കഥാ ശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഈ ഭഗവാന്റെ കഥ ശ്രവിക്കുമ്പോൾ എന്താ നമുക്കുണ്ടാകുന്നത്, ഭക്തി വർദ്ധിക്കും.
അതിനുവേണ്ടിയാണ് സജ്ജന സംസർഗം വേണമെന്ന് പറയാം. നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ആരും ഒന്നും പറയാൻ, വീട്ടിലുള്ളവരെല്ലാം പറയുന്നത് ഈ ലോക കാര്യങ്ങളാണ്, സിനിമ കണ്ടതും മറ്റതും, അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി ഇതൊക്കെ തന്നെയാണ് പറയാം. അല്ലെങ്കിൽ ഇല്ല പെണ്ണ് ഇന്നാരോടൊക്കെ കൂടെ പോയി, അല്ലെ അത് ചെയ്ത് ഇന്നാരും മരിച്ചു, ഇതൊക്കെ തന്നെ ലോക വിഷയങ്ങൾ. ഇതുകൊണ്ടിരുന്ന എങ്ങനെ രതിയുണ്ടാകും, എങ്ങനെ ഭക്തി വർദ്ധിക്കും? അതുകൊണ്ട് ഭഗവാനെ, അതായത് ഭഗവാന്റെ കഥ ശ്രവണേ കേൾക്കുമ്പോൾ ഭക്തി വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ എന്തുകൊണ്ട് വിജ്ഞാനം ഉണ്ടായി വരും. ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് തനിയെ വിജ്ഞാനം അറിവുണ്ടാകും. ഇത് വായിക്കുമ്പോൾ ഭക്തിയിൽ ലയിച്ച് ആ രതിയിൽ കൂടി ഇരുന്ന് വായിച്ചു നോക്ക്. ഉടനെ നമുക്ക് ഭക്തി തനിയെ ഉണ്ടായി വന്നിട്ട് വിജ്ഞാനം ഉണ്ടാകും, അറിവുണ്ടാകും. തനിയെ അങ്ങ് ഉള്ളത്തിൽ വന്ന് ചേരും. നമുക്ക് വേണ്ടുന്ന അറിവ് മതി, ഒരുപാട് ആർക്കും കൊടുക്കുന്ന വേണ്ട, നമുക്ക് എത്രത്തോളം വേണം അത്രയും മതി. അങ്ങനെ വിജ്ഞാനം ഉണ്ടായി വരും. ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. ഈ വിജ്ഞാനവും ജ്ഞാനവും എല്ലാം വന്ന് ഭക്തിയും വർദ്ധിച്ച് സർവത്തിൽ നിന്നും വിരക്കുന്നോ എല്ലാം വരും. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് ഈ ഇതിൽ നിന്ന് വിരക്കതയാണല്ലോ. ഈ പ്രപഞ്ചത്തിലേക്ക് ശ്രദ്ധ പോവില്ലല്ലോ, കാരണം ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞു. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ എങ്ങനെ നമുക്ക് ഈ പുറം ലോകത്തേക്ക് മനസ്സ് പോകും, ഇന്ദ്രിയങ്ങൾ പോകും? ഒന്നും പോവില്ല. എവിടെ ഇരിക്കും? ഭഗവാൻ തന്നെ ഇരിക്കും. മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയിരിക്കും. അപ്പോഴെന്ത് വരും? മോക്ഷവും വരും. വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നല്ല. ഈ വിജ്ഞാനം എവിടുന്നാണ് കിട്ടുന്നത്? ഗുരുമുഖത്തു നിന്നാണ്. ഇതിപ്പം ഉള്ളിൽ പരമാത്മാവ് വസിച്ചാൽ, ഭക്തി വസിച്ചാൽ നമുക്കിത് വായിക്കുമ്പോൾ ബോധം നമ്മളിൽ ഉദിച്ചുദിച്ച് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അതായത് എനിക്ക് കിട്ടുന്നത് പോലെ എനിക്കിപ്പോൾ അതേ പറഞ്ഞുതരാൻ പറ്റും, അല്ലാതെ എല്ലാവരുടെയും കാര്യം പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയത് 3 വർഷമായുള്ളൂ. ഞാൻ തന്നെ ഗ്രഹിച്ചെടുത്തതാണ്, എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്ന് എല്ലാം എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് അറിയാൻ പറ്റത്തില്ല എങ്കിൽ, ഒരു ഈശ്വരൻ ഗുരുവായി നമ്മുടെ ഉള്ളത്തിലില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഗുരു, യഥാർത്ഥ ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് ആ അറിവുണ്ടാകും. ആകയാൽ തൊൽഭക്തിയും നിങ്കലെ പ്രേമ വായ്പും. അപ്പോൾ പ്രേമമാകുന്ന ഭക്തി, ഭഗവാനിലേക്കുള്ള പ്രേമമാകുന്ന ഭക്തി, അതും നിങ്ങളെ പ്രേമ വായ്പും. ആ പരമാത്മാവെന്നുള്ള ആ ഒരു പ്രേമം, അങ്ങനെ വായ്പ ആർത്തി, ഈശ്വരനുള്ള ആ സ്നേഹം അതങ്ങോട്ട് വരുമ്പോൾ, രാഘവ സദാ ഭവിക്കണമേ ദയാനിധി. എന്താണ് ഇതെല്ലാം? എപ്പോഴും ഭഗവാനുള്ള ആ പ്രേമ വായ്പും തൊൽഭക്തിയെല്ലാം നമുക്ക് സദാ ഭവിക്കണമെന്ന് മഹാമുനി പറയുന്നു. മഹാമുനി പറഞ്ഞിട്ടൊക്കെ പോയി വർഷങ്ങളായി. നമ്മൾ പറയണം, നമ്മൾക്ക് പറയണം, ഭഗവാനെ എനിക്കും ആ പ്രേമ വായ്പ, ആ ഭക്തി വർദ്ധിക്കണമേ. ഇത് അറിയാനൊരു നല്ലൊരു ഗുരുവിനെ, ഇത് കേൾക്കാനൊരു ഗുരുവിനെ ആക്കി തരണമേ. അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങ് എൻ്റെ ഉള്ളത്തിൽ വസിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും ഒന്ന് ഉൾപ്പൂവിൽ ഭക്തി എപ്പോഴും ഉണ്ടാകണം. ഇതാണ് സ്തുതിപ്പ്. നമ്മൾ പറയണം, ഭഗവാനെ തൊൽപാദാബ്ജങ്ങളിലും, ഭഗവാന്റെ പാദങ്ങളിലും, തൊൽഭക്തന്മാരിലും, ഭഗവാന്റെ ഭക്തന്മാരാരാണ്? അങ്ങനെയുള്ള മഹാത്മാക്കളിലും എൻ്റെ ഉള്ളം എപ്പോഴും ഭക്തി, അവരോട് ഭക്തന്മാരോടും ഭഗവാനോടുള്ള ഭക്തി എപ്പോഴും ഉണ്ടാകണം. ഒരു ഭക്തനെ കാണുമ്പോൾ ഭഗവാനാണെന്ന് നമ്മൾ അറിഞ്ഞ് അവരെ സ്തുതിക്കണം, വന്ദിക്കണം. ഒരു ഭക്തനെ അത് എപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി, എന്താ പറയാ, അത്രയൊക്കെ ആനന്ദമായി. ശ്രീരാമൻ മുമ്പിൽ നിൽക്കല്ലേ മഹാബലി. അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞിട്ട് സ്തുതിച്ചിട്ട് പറയുന്നു, ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്ന് മൽ ക്രതുക്കളും വന്നതു സഫലമായി. ഇന്നെനിക്ക് സഫലമായി, ഭഗവാൻ ഇതെല്ലാം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി നിൽക്കുന്നു. എൻ്റെ ക്രതുക്കൾ, അതായത് യാഗങ്ങൾ. ഭഗവാൻ വന്നില്ലെങ്കിൽ യാഗങ്ങളൊക്കെ മുടക്കിയില്ലേ ഈ ദുഷ്ടന്മാർ, കുറേ രാക്ഷസന്മാർ? യാഗങ്ങളെല്ലാം മുടക്കിയപ്പോൾ ഭഗവാൻ ആ ആശ്രമങ്ങളിൽ ചെന്ന് സുധീഷൻ്റെ കൂടെയൊക്കെ മുനിമാരുടെ പോയി എല്ലാവരെയും ഒടുക്കിയില്ലേ? അവർ ഇഷ്ടാനുസരണം ചെയ്തോളാൻ പറഞ്ഞു. യാഗങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്തോളൂ, സ്വതന്ത്രമായി ചെയ്തോളൂ. അങ്ങനെ ഇന്ന് മൽ ക്രതുക്കളും വന്ന് സഫലമായി, എനിക്ക് യാഗങ്ങളും സഫലമായി, എനിക്ക് ഇന്ന് എല്ലാം സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യം ഉണ്ടായി വന്നു. എന്ത് സമയം പോകും മക്കളെ, എന്നാലും ഇത്രയും തീർത്തോട്ടെ. 50 മിനിറ്റോളം പോകുമായിരിക്കും മിക്കവാറും. അപ്പോൾ ഇന്നല്ലോ തപസ്സിന് സഫലമായി സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നത് നേത്രവും. ഇന്നെനിക്ക് നേത്ര സഫലം. എന്താ? ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഉടൽ കാണാൻ നിന്ന് ഒത്തിരി നാളുടെ ഉടൽ കാണാൻ കാത്തിരുന്ന് വന്ന് മുമ്പിൽ നിൽക്കുന്നു. അവരെനിക്ക് സഫലമായി, എൻ്റെ നേത്രം സഫലമായി. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. എൻ്റെ ഉള്ളത്തിൽ ഭഗവാനും സീത മഹാമായ ദേവി പരാശക്തിയാണ്. 2 അവസ്ഥയെന്നുള്ളതേ ഉള്ളൂ. അത് ഈ മഹാമണ്ഡ ഉള്ളിൽ ആ അവസ്ഥ അവിദ്യ ഉണ്ടാവില്ല. കാരണം അദ്ദേഹം അതൊക്കെ മേലേ പോയി നിർഗുണാവസ്ഥയിൽ എത്തിക്കഴിയുന്നു. അപ്പോൾ അവിടെ എന്നിങ്ങനെ അവിദ്യ ചുറ്റിപ്പറ്റും. അവിദ്യ നിങ്ങളൊക്കെ പോയില്ലേ മഹർഷി ആയത്, മുനി ആയത്. സീതയാ സാർത്ഥം, ഭഗവാനെ അങ്ങ് ദേവിയുമായിട്ടും എൻ്റെ
ഹൃദി എൻ്റെ ഉള്ളത്തിൽ വസിക്ക സദാസമയവും സദാ ഭവാൻ സീതാവല്ലഭ, സീതയുടെ ഭർത്താവായ ശ്രീരാമ, ജഗന്നായക, ദാശരഥേ. പിന്നെയോ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട, നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നണം ദയാനിധേ. അതെടുത്ത് പറയണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, കിടന്നിക്കുമ്പോഴും കുളിക്കുമ്പോഴാലും ഉണ്ണുമ്പോഴാലും എല്ലായ്പ്പോഴും എന്ത് വേണം, എന്ത് കർമ്മം ചെയ്യുമ്പോഴും സദാസമയവും മനസ്സേ ഉള്ളത്തിൽ ഭഗവാന്റെ രൂപം തോന്നണം ദയാബുധേ. ഒരു മുനിയായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇങ്ങനെ കാണാൻ പ്രാർത്ഥിക്കാറുണ്ടോ മക്കളെ? ഉണ്ടോ? എന്തുകൊണ്ടാ ഭഗവാൻ പ്രത്യക്ഷമാകാതെയും കൃപ കിട്ടാതെ ഇരിക്കുന്നേ? ഉള്ളിഴിഞ്ഞ് ആ സുധ, ആ അമൃത് നമ്മളിലേക്ക് വരണം. നമ്മുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഉള്ളം പാനം ചെയ്യണം നമ്മൾ. ഇതൊരു എന്താ പറയാ, ഇത് ജലമല്ല, അമൃതാകുന്ന വചനമാകുന്ന ആ അമൃത് പാനം ചെയ്യുമ്പോൾ ഇത് വരും. അതുകൊണ്ട് കുംഭസംഭവനതി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ നിക്ഷിപ്തമായ ചാപം ബാണതൂണിരത്തോടും കൊടുത്തു, ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൽ. അങ്ങനെ ജംഭാരി, എനിക്കൊന്ന് ഇന്ദ്രനാണെന്ന്, ഈ അഗസ്ത്യമുനിക്ക് ഒരു ബാണമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ അമ്പുമില്ലുമൊക്കെ, ഇത് ഖഡ്ഗമൊക്കെ. ഇത് എന്ത് ചെയ്തു കൊടുത്ത്? ഖഡ്ഗം, വാളോ വേണ്ട, ഇതെല്ലാം ഭഗവാന് ശ്രീരാമന് കൊടുത്ത് ഈ മഹാമുനി ബാണതൂണിരത്തോടും കൊടുത്തു, ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി. അതൊക്കെ കൊണ്ട് ആനന്ദം കൊണ്ടൊക്കെ നിർവൃത്തി എന്താ പറയാ, വിവശനായി അരുൾ ചെയ്യുന്നുണ്ട്. ഭൂഭാരഭൂതമായ രാക്ഷസ വംശം നിന്നാൽ ഭൂപതേ നഷ്ടമാക്കിയിടണം വൈകിടാതെ. ഈ ഭൂമിയുടെ ഭാരം പെട്ടെന്ന് തന്നെ തീർക്കണം, രാവണനൊക്കെ വധിക്കണം. രാക്ഷസ വംശം സാക്ഷാൽ ശ്രീ നാരായണനായ നീ മായയോടും രാക്ഷസ വധത്തിന് മർത്തനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരു ആശ്രമം ചമച്ച് അതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. ഇതൊക്കെ കൊടുത്തിട്ട് വിവശനായി ആനന്ദം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, പഞ്ചവടിയിൽ പോയി സീതയുമായിട്ട് അവിടെ കഴിയൂ. എന്താ, ഗൗതമി തീരത്ത് നല്ല ആശ്രമം ചമയ്ക്കണം. എന്നിട്ട് അവിടെ പോയി സീതയോടൊപ്പം ലക്ഷ്മണൻ അല്ലാണ്ട് അവിടെ കഴിയൂ. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വനം ചെയ്യുന്നുടൻ അനുജ്ഞയും നൽകി മുനി. അവിടെ പോയി വസിച്ചിട്ട് എന്താ, പിന്നെ തത്രൈവ വസിച്ച് അവിടെ പോയി വസിച്ചിട്ട് ദേവകാര്യങ്ങളെല്ലാം, ദേവകാര്യത്തിനാണ് വന്നേക്കുന്നത്. ഈ രാക്ഷസകുലം മുടിപ്പിക്കാൻ തന്നെ വന്നതാ. അത് ദേവന്മാരുടെ ആജ്ഞപ്രകാരം തന്നെയാണ് ഭഗവാൻ അവതരിച്ചത്, ബ്രഹ്മാവിൻ്റെയൊക്കെ. അങ്ങനെ സത്വരം ചെയ്യുന്നതുകൊണ്ട് അനുജ്ഞയും നൽകി ഈ മഹാമുനി ശ്രീരാമന്. എന്താ, ഒരു താപസനല്ലേ, എല്ലാ അനുഗ്രഹവും കൊടുത്ത് എന്തൊക്കെയാ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചാപവും ഖഡ്ഗവും എല്ലാം കൊടുത്ത്. ശ്രുത്വൈ തല സ്തോത്രം സാരം അഗസ്ത്യ സുഭാഷിതം. ഇത് അഗസ്ത്യമുടെ എന്താ സുഭാഷിതം വെച്ചാൽ നല്ല സ്തുതിപ്പ്, സുഭാഷിതം, നല്ല ഈ പ്രാർത്ഥന. തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണശാപാദികളും തത്രവ നിക്ഷേപിച്ചു വീണ്ടുടൻ നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീരാമൻ, പിന്നെ ഈ സുധീഷന്റെ ഗുരുവല്ലേ അഗസ്ത്യൻ, എനിക്കും വന്ന് കാണണം, വന്ദിക്കണം, ആ അഗസ്ത്യന്റെ പാദം വണങ്ങണം എന്ന് പറഞ്ഞ് ഭഗവാൻ വന്നു. ഇപ്പം എന്തായി? എന്തെല്ലാം കിട്ടിയ അനുഗ്രഹം കിട്ടി. പഞ്ചവടി പോയി താമസിക്കാൻ പറഞ്ഞു. ബാണവും ചാപങ്ങളും ചാപാദികളെല്ലാം ഖഡ്ഗമെല്ലാം സ്വീകരിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രവൻ നിക്ഷേപിച്ചു. ഇതൊക്കെ ഇതിലിട്ട് തൂണിരത്തിലെല്ലാം ബാണവും അസ്ത്രമൊക്കെ എടുത്തു വെച്ചു. എന്ത് ചെയ്ത്? വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം. ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീരാമൻ അഗസ്ത്യന്റെ പാദാംബുജം വീണ് നമസ്കരിച്ചു. യാത്രയും അയപ്പിച്ചു. സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം. അങ്ങനെ ശ്രീരാമൻ ഇതെല്ലാം സന്തോഷമായിട്ട് അഗസ്ത്യമുടെ പ്രാർത്ഥനയും സ്തുതിപ്പുകളും കൊടുത്തു. എന്നാൽ തിരിച്ച് ഇതെല്ലാം കൊടുത്തപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ പാദം വണങ്ങി. ഒരു മൂവരും കൂടെ അവിടേക്ക് പോകുന്നു. പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടുന്ന അവിടേക്ക് എഴുന്നള്ളിടുന്ന നേരം. അങ്ങനെ നമുക്ക് സമയം പോകും മക്കളെ. എന്തായാലും ഇത്രയും വായിച്ചത് മൊത്തത്തിൽ അതങ്ങ് വായിച്ചുകൊണ്ടാണ് എത്ര സമയം പോയത്. എന്നാലും എല്ലാവർക്കും നമസ്കാരം. ഒന്നും പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.